ഫൈനലി ഞാൻ മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആ ദിവസം എത്തി. സോ യെസ് ഗൈസ്, ഞാൻ നാട്ടിൽ പോവാണ്. എൻ്റെ ഫ്ലൈറ്റ് മോർണിംഗ് 7 o'clock ഞാനൊരു 3:30 ഒക്കെ ആയപ്പോഴേക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ക്യാബിൽ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. ഒന്ന്, എൻ്റെ ഫാമിലീനെ കാണാൻ പോണതിൻ്റെ എക്സൈറ്റ്മെൻറ്റും, പിന്നെ 2 മാസത്തേക്കാണേലും ഇവിടുന്ന് പോണതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ട് എത്തി നേരെ ബോർഡിംഗ് പാസ് എടുക്കാൻ കയറി. എന്നെ യാത്രയാക്കാൻ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബോർഡിംഗ് പാസ് എടുത്തിട്ട് കുറച്ച് നേരം അവരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞു നിന്നു. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഒരു ഹഗ്ഗൊക്കെ കൊടുത്ത് യാത്ര പറഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറി. പിന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഗേറ്റിൻ്റെ അവിടേക്ക് പോയിരുന്നു. അങ്ങനെ ഒരു 6:30 ഒക്കെ ആയപ്പോഴേക്ക് ഫ്ലൈറ്റിലേക്ക് കയറി. സീറ്റിൽ വന്നൊന്നിരുന്നപ്പോഴാണ് റിലാക്സ് ആയത്. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. ഈ ജേർണിയുടെ ടിക്കറ്റ്സ് ഞാൻ ബുക്ക് ചെയ്തത് ഹയ ഹോളിഡേയ്സ് ത്രൂ ആണ്. ടിക്കറ്റ് ഫെയർ നല്ല കൂടുതലായിരുന്നിട്ടും അവരെനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫെയറിൽ ടിക്കറ്റ് എടുത്തു തന്നു. എൻ്റെ ജേർണിയും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ദുബായ് എത്തി. ബാക്കി ഞാൻ പാർട്ട് 2 പറയാട്ടോ.